presents Eve 2024 powered by Freedom Circle Mortgage and Insurance and event sponsored by Malabar Gold and Diamonds. Eve 2024ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഐറിൻ കുശാൽ. ഞാൻ സ്നേഹ. ഇവിടെ നിൽക്കുന്ന കുറേ പേർക്കൊക്കെ എന്നെ അറിയായിരിക്കും. ഡബി മലയാളി അസോസിയേഷനിൽ ലാസ്റ്റ് 7-8 ഇയേഴ്സായി മെമ്പറാണ്. ആൻഡ് ഡബി മലയാളി അസോസിയേഷൻ്റെ ഒരുപാട് പരിപാടികൾ ആങ്കർ ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു അവസരം തന്നതിൽ ഓൾ DMA കമ്മിറ്റിക്ക് എൻ്റെ താങ്ക്സ് ഞാൻ രേഖപ്പെടുത്തുന്നു. സ്നേഹ, Eve 2024 എന്താണെന്ന് നമ്മുടെ ഓഡിയൻസിനൊന്ന് പരിചയപ്പെടുത്താമോ? ഷുവർ. എല്ലാവർക്കും ആ ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് നമ്മൾ ഈ Eve 2024 എന്ന് പറഞ്ഞ പേര് ചൂസ് ചെയ്തതെന്ന്. സോ ഈവ് വേറെ മറ്റൊന്നും അല്ല സിഗ്നിഫൈ ചെയ്യുന്നത്. E ഫോർ ഈദ്, V ഫോർ വിഷു ആൻഡ് E ഫോർ ഈസ്റ്റർ ആണ്. ജസ്റ്റ് ആസ് സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. Eve 2024 ആണ് സിഗ്നിഫൈ ചെയ്യുന്നത്. ശരിയാണ്. ഓൾസോ പുതിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഇവൻ്റാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. അതിൽ ഈദ് കൂടി ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളത് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയായി ഞാൻ അറിയിക്കുകയാണ്. വിഷുക്കണി ഒരുക്കി വിഷു കൈനീട്ടം വെച്ച് നമ്മൾ പുതിയൊരു വർഷത്തെയാണ് വിഷുവിലൂടെ കാണുന്നത്. അതുമാത്രമല്ല, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഒരു പുതിയ ലൈഫ്, ഒരു ഹോപ്പ് ആണ് ഈസ്റ്റർ നമുക്ക് തരുന്നത്. ഓൾസോ സാക്രിഫൈസിൻ്റെ ഒരു കൂട്ടായ്മയുടെ സെലിബ്രേഷനാണ് ഈദ്. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും DMAയുടെ പേരിൽ ഈസ്റ്റർ, വിഷു, ഈദ് ആശംസകൾ ഞാൻ നേരുന്നു. സ്നേഹ, ഈസ്റ്റർ, വിഷു, ഈദ് എന്താണ് സ്നേഹയുടെ മനസ്സിൽ ഓടി വരുന്നത്? എൻ്റെ മനസ്സിൽ ഇത് ചേച്ചി പറഞ്ഞ പോലെ അതേ സംഭവം തന്നെയാണ്. വിഷുവിന് വിഷു കൈനീട്ടം, സ്പെഷ്യലായിട്ട് കുട്ടികളൊക്കെ എപ്പോഴും കാത്തിരിക്കുന്ന സംഭവമാണ് വിഷു കൈനീട്ടം. പിന്നെ വിഷു സദ്യ, പിന്നെ വിഷുവിടെ കണിക്കൊന്ന പൂ. പിന്നെ ഈസ്റ്ററിലേക്ക് വരുവാണെങ്കിൽ ഈസ്റ്ററിൽ ഗുഡ് ഫ്രൈഡേ, പിന്നെ അതിൻ്റെ നോമ്പ് മുറിക്കൽ. പിന്നെ ഈദ് എന്ന് പറയുമ്പോൾ അതിലും വീണ്ടും നോമ്പ് മുറിക്കലും ഉണ്ട്. പിന്നെ ബിരിയാണി, ഡെഫിനറ്റ്ലി എല്ലാവരും പിന്നെ കാത്തിരിക്കുന്ന സംഭവമായിരിക്കും നോമ്പ് മുറിച്ചിട്ട് ഒരു ബിരിയാണി കഴിക്കണമെന്ന്. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലോടി വരുന്നത്. ശരിയാണ്. സ്നേഹയുടെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഇതേ ഓർമ്മകൾ തന്നെയാണ് എന്നെനിക്ക് ഉറപ്പാണ്. എനിവേ, നമ്മൾ നമ്മുടെ ഇവൻറ്റിലേക്ക് കടക്കുകയാണ്. ബിഫോർ വി മൂവ് ഓൺ ടു അവർ ഇവൻറ്റ്സ്, ഐ വിൽ ലൈക്ക് ടു മെൻഷൻ നമ്മുടെ ഇന്നത്തെ ഇവൻറ്റിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ്, കമ്മിറ്റി, അതുമാത്രമല്ല നമ്മുടെ സ്പോൺസേഴ്സ് കൂടിയാണ്. സോ ലെറ്റ് മീ ഗിവ് യു എ ലിസ്റ്റ് ഓഫ് ഓൾ ദ സ്പോൺസേഴ്സ് who are making this event a grand success. The title sponsor is Freedom Circle Mortgage and Insurance. Event sponsor is Malabar Gold and Diamonds. Platinum sponsor is Rostercare. Gold sponsor Risha Indian Resident, Logisi, LSA Retail and First Call 24/7. പിന്നെ നമ്മുടെ സിൽവർ സ്പോൺസേഴ്സ് സ്പൈസി കൗണ്ടി, Legend Solicitors, ഫ്ലൈ ഈസി and Vostek. പിന്നെ നമ്മുടെ ബ്രോൺസ് സ്പോൺസർ ഷിബു ഫിഷ് ആൻഡ് മീറ്റ് ഷോപ്പ്, നോട്ടിംഗം, UK. Before we move on to the program, let us brief you guys quickly the first aid and safety instructions. നമ്മുടെ സേഫ്റ്റി ഇൻഫർമേഷൻ കുറച്ച് നിങ്ങളെ അറിയിക്കാനായിട്ട്. സോ ദ ഫയർ ആൻഡ് സേഫ്റ്റി എക്സിറ്റ്സ് എവിടെയാക്കുന്നത്, നിങ്ങളുടെ ഫ്രം ഹിയർ ദ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് 2 എക്സിറ്റ്സ് ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിൽ ഒരു 3 എക്സിറ്റ്സ് ഉണ്ടാവും. പിന്നത്തെ ഒരു കാര്യം നിങ്ങളുടെ കുട്ടികളുടെ സേഫ്റ്റിയാണ്. സോ എല്ലാ പാരൻസ് ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യുക നിങ്ങളുടെ കുട്ടികളെ കുറിച്ച്. ജസ്റ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ DMA അതിന് അക്കൗണ്ടബിൾ ആയിരിക്കില്ല. So please just monitor your kids and especially just note that do not enter into the kitchen area. Another important thing that we want all of you to be aware is that the consumption of alcohol is strictly prohibited. Alcohol matramalla, smoking is also strictly prohibited in the hall and the premises. Also, ഗുരുദ്വാരയുടെ ഹോളാണ്, പാർക്കിംഗ് ആണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്.
there as well, smoking is strictly prohibited. ഈ areas and premises എല്ലാം are under CCTV surveillance. So DMA will not be responsible for any of the events happening. So I request all of you, ദയവായി alcohol and smoking is strictly prohibited. Thank you. And also, quick one, there is waste management വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന്. ദയവായി എല്ലാവരും, there are 2 separate waste bins, one for food waste and the one for plates and glasses. Please strictly put your waste in the allotted waste bins. Thank you. അതുപോലെ തന്നെ വാഷ്റൂംസും നിങ്ങൾ ക്ലീനായി ഒന്ന് ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്യാൻ സൂക്ഷിച്ചോളൂ. ജസ്റ്റ് ഫ്ലഡിൻ്റെ ആയിട്ടോ ടിഷ്യൂസ് ഒക്കെ സേഫ്ലി വോയിസ് ബേസിൽ തന്നെ ഡിസ്പോസ് ചെയ്യാൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ. Also, we have a first aider today. The first aider for the event is Jodhis Jerome. So we'll be starting the official inauguration soon. Everyone, please be seated and we'll be starting the official inauguration soon. നമ്മുടെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ആരംഭിക്കാൻ പോവുകയാണ്. May I please request everyone to be seated. We are starting the official inauguration. ഈ വർഷത്തെ പുതിയ കമ്മിറ്റി മെമ്പേഴ്സ് അണിയിച്ചൊരുക്കുന്ന ആദ്യത്തെ ഇവൻ്റ് ആണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്, ഈസ്റ്റർ വിഷു ഈദ് പ്രോഗ്രാം. തുടർന്നുള്ള വർഷങ്ങളിൽ ഒരുപാട് നല്ല ഇവൻറ്റ്സ് കാഴ്ചവെക്കുവാൻ നമ്മുടെ പുതിയ കമ്മിറ്റിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. So please put your hands together and welcome the new committee members onto the stage. President Subin Cherian. Vice President Deepa Nair. Please put your hands together. ഫുഡൊന്നും കഴിച്ചത് പോരായിരുന്നെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഒരു ഉഷാറവ് കുറവുണ്ടല്ലേ? ആ കൈയോടെ ഒന്നുകൂടി ഒന്ന് സ്ട്രോങ് ആക്കാം അല്ലേ? അല്ലേ? എല്ലാവരും ഒന്നും കൂടി ഒന്ന് കൈയടിച്ചേ. യെസ്, അപ്പോൾ ഒന്നും കൂടി. സെക്രട്ടറി രാജേഷ് നായർ. ജോയിന്റ് സെക്രട്ടറി ടിജോ സെബാസ്റ്റ്യൻ. ട്രഷറർ Vishnu J. Nair. Joint Treasurer Janet Nirmal. Women's Coordinator Grishma Bijoy. Cultural Secretary Bibin Aloka. Sports Secretary Sijo Jose. Internal Auditor Jobby Joseph. So everyone, this is the official DMA committee for the year 2024. Please put your hands together and welcome them.
May I please request the Secretary Rajesh Nair for the welcome speech. നമസ്കാരം പ്രിയപ്പെട്ട ഡെർബി മലയാളി അസോസിയേഷൻ അംഗങ്ങളെ. DMAയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഈ വേദിയിൽ നിന്ന് ഇന്ന് നിങ്ങളെ ഒക്കെ നോക്കിക്കാണുമ്പോൾ ഒരുപാട് സന്തോഷവും അതോടൊപ്പം അഭിമാനവും ഉള്ള ഒരു നിമിഷമാണ്. അതിൽ സന്തോഷവും അഭിമാനവും എന്ന് പറയുന്നത് സെക്രട്ടറി എന്ന പദത്തിലെത്തിയതിലല്ല, ഡെർബി മലയാളി അസോസിയേഷൻ എന്ന ഈ ഒരു കുടുംബ കൂട്ടായ്മ 2007 മുതൽ മുമ്പോട്ട് പ്രയാണം ആരംഭിച്ചതാണ്. ഒത്തൊരുമിച്ച് ഒരു കുടുംബത്തോടെ, ഒരു കുടുംബ പശ്ചാത്തലത്തോടു കൂടി നമ്മളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു വേദിയാണിത്. ആ വേദിയിൽ ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പം മറ്റൊരു കാര്യം കൂടി ഞാൻ ആലോചിക്കുകയാണ്. 2007 മുമ്പ് ഡെർബിയിലെ മലയാളികൾ എന്തായിരുന്നു ചെയ്തത്? ഇങ്ങനെയുള്ളൊരു ആഘോഷവേളകളിൽ നമ്മളുടെ പൈതൃകങ്ങളുമായി പേറി, പൈതൃകങ്ങളുടെ ഓർമ്മകളും പേറി UK എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഓണം, വിഷു, ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനെ നിരവധി ആഘോഷങ്ങൾ ആ കാലഘട്ടത്തിൽ അവരെന്തായിരുന്നു ചെയ്തിരുന്നത്? സ്വാഭാവികമായും ഇന്ന് നിങ്ങളുടെയൊക്കെ കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ ചെയ്യുന്നത് പോലെ അന്ന് എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഓരോ വീടുകളിൽ എത്തിച്ചേർന്ന് അവരൊന്നിച്ച് അത് ചേർന്ന് ആ ആഘോഷങ്ങളൊക്കെ മനോഹരമാക്കുന്ന ആ നിമിഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം 2007 DMA അല്ലെങ്കിൽ ഡെർബി മലയാളി അസോസിയേഷൻ എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നതിന് വേണ്ടി ഈ അന്നത്തെ സാരഥികളൊക്കെ ശ്രമിച്ചത്. അതിൽ നിരവധി പേരുടെ പേരുകൾ നമുക്ക് ആ കാലഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടതുണ്ട്. പക്ഷേ എല്ലാവരുടെയും പേരുകൾ പറയുക എന്നുള്ളത് താരതമ്യേന ഡെർബിയിൽ ഒരു പുതിയ ആളായ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ നമ്മുടെ പ്രസിഡന്റ് ശ്രീ ജോജു ജോസഫ് ആയിരുന്നു. ശ്രീ ജോജു ജോസഫ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ, അങ്ങ് എവിടെയാണ് ഇരിക്കുന്നത് എനിക്ക് കാണുന്നില്ല. ശ്രീ ജോജു ജോസഫ് അത് ബാക്കിൽ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ 2 വർഷത്തെ നമ്മളുടെ ഈ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയത്. പക്ഷേ അതിനു മുമ്പ് ആ സംഘടന രൂപീകരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ സണ്ണിച്ചേട്ടൻ്റെ ഓഫീസിലോ മറ്റോ കൂടിയ ആദ്യത്തെ ഒരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിന് ശേഷം പിന്നീട് പോളിഷ് ഹാളിൽ വെച്ച് നടത്തിയ ഒരു സംഘടനാ തിരഞ്ഞെടുപ്പ്. അങ്ങനെ 2007 2009 DMA നയിച്ചത് ശ്രീ ജോജു ജോർജാണ്. അതിനുശേഷം 2010 2011 ശ്രീ ജെയിംസ് കുരുവിള അദ്ദേഹം ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് അറിയിച്ചിരുന്നു. ജെയിംസ് കുരുവിള അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിനും വലിയൊരു നന്ദി ആ ഒരു കാലഘട്ടത്തിലെ DMA മുമ്പോട്ട് നയിച്ചതിന്. പിന്നീട് ശ്രീ റെജു പി തോമസ് ആണ്, അദ്ദേഹവും ഇവിടെ ഇല്ല എന്ന് നമുക്കറിയാം. എൽദോസ് കുര്യാക്കോസ് ആയിരുന്നു. അതിനുശേഷം 2013 മുതൽ 2018 വരെയുള്ള ഒരു കാലയളവ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡെർബി മലയാളി അസോസിയേഷൻ്റെ ഒരു പേരിൽ, അങ്ങനെയാണോ? 2 വർഷം, ക്ഷമിക്കണം, 2013 2018 അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത്. 2014 സാബു മാത്യു, അദ്ദേഹത്തിനും ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്, മറ്റൊരു തിരക്ക് കാരണം. 2015 ശ്രീ പോൾ മാത്യൂസ്, അദ്ദേഹം പോളിയേട്ടൻ ഇന്നിവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോളിയേട്ടൻ ഇവിടെ ഉണ്ടോ? പോളിയേട്ടൻ ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയാണ്. ഇവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ നന്നായിരുന്നു. ഇല്ല, പോളിയേട്ടനും സ്ഥലത്ത് എത്തിയിട്ടില്ല. പിന്നീട് സ്റ്റീവി ചേട്ടനായിരുന്നു, സ്റ്റീവി ചാക്കോ ആയിരുന്നു നമുക്ക് 2016 DMA മുമ്പോട്ട് നയിച്ചത്. പിന്നീട് വിൽസൺ ബെന്നി 2017 2019 2020 ഷിബുചേട്ടൻ ഇവിടെയുണ്ട്. ഷിബുചേട്ടൻ ഒന്ന് പുതിയ ആളുകളൊക്കെ ഒന്ന് കണ്ടോട്ടെ. ഒരുപാട് പേരുണ്ട് ഇവിടെ. ഷിബു രാമകൃഷ്ണൻ അതാ നടുക്കുന്നത് കൈവക്കി കാണിക്കുന്നു. അതോടൊപ്പം പിന്നീട് 2021 ജിനീഷ് തോമസ് ആയിരുന്നു. ജിനീഷ് ഒന്ന് മുമ്പോട്ടൊക്കെ വന്ന് എല്ലാവരും ഒന്ന് കണ്ടുപോട്ടെ. കാരണം ഈ ഞങ്ങളിവിടെ നിൽക്കുന്നതിന് കാരണക്കാരായ ആളുകൾ നിങ്ങളൊക്കെയാണ്. നിങ്ങളൊക്കെ മുമ്പിൽ നടന്നു പോയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം നമുക്ക് ബിജോ, എവിടെ ബിജോ ജേക്കബ്? ബിജോ പുറത്ത് പോയോ? നമുക്ക് വളരെ ഗംഭീരമായ ഒരു സദ്യയല്ല ഭക്ഷണമൊക്കെ ഒരുക്കിയ ശേഷം അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ജെയിംസ് ഇബ്രഹാം. ജെയിംസ് ചേട്ടൻ ഇവിടെ ഉണ്ടോ? ജെയിംസ് ചേട്ടാ, താങ്ക് യു. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഇതിന് മുമ്പുള്ള നിറം. ഞാൻ ഇവരുടെയൊക്കെ പേരുകൾ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളുകളായിരിക്കാം ഇവരൊക്കെ, പഴയ ആളുകൾക്ക്. പക്ഷേ പുതിയ ആളുകൾക്കൊന്നും ഈ ആളുകളുടെ
ഒരു എഫേർട്ട് ഇവരെ ഈ DMA എന്ന് പറയുന്ന ഒരു സംഘടനയെ മുന്നോട്ട് നയിച്ച് ഇവിടെ വരെ എത്തിച്ചതിനുള്ള ഒരുപാട് പങ്ക് വഹിച്ച നേതൃത്വ നിരയാണ്. ഇവരോടൊപ്പം ഒരുപാട് പേര് ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെയൊക്കെ നന്ദിയോടെ സ്മരിക്കുന്നു. എന്നെ അർപ്പിച്ചിരിക്കുന്ന കർമ്മം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഇന്ന് ഇവിടെ ഈ ഒരു വേദിയിൽ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഒഫീഷ്യൽ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ സുബിൻ ചെറിയാനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം കൈയടിക്കാം, ധൈര്യമായിട്ട് കൈയടിക്കാം, കുഴപ്പമൊന്നുമില്ല. സുബിൻ ചെറിയാന് കൈയടി കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാമൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് കൈയടിക്കുന്നതിൽ ആരും ഒരു മോശവും കാണണ്ട. അതോടൊപ്പം നമ്മുടെ നിധി കാക്കുന്ന നമ്മുടെ ട്രഷറർ വിഷ്ണുവിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ദീപ മഹേഷിനെ സ്വാഗതം ചെയ്യുന്നു. ജോയിന്റ് ട്രഷറർ ജാനറ്റിനെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഒപ്പം മറന്നുപോയൊരു കാര്യം, ജോയിന്റ് സെക്രട്ടറി ടിജോയെ ഞാൻ മറന്നുപോയതാണ്. കാരണം ഞാൻ എൻ്റെ പേര് പറയാതെ പോയപ്പോൾ ജോയിന്റ് സെക്രട്ടറി ഓർക്കാതിരുന്നതാണ്. സെക്രട്ടറിക്ക് കിട്ടാത്തൊരു കൈയടി ജോയിന്റ് സെക്രട്ടറിക്ക് കിട്ടുന്നത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് പറയാതിരുന്നത് കേട്ടോ. അതോടൊപ്പം നമ്മുടെ കൾച്ചറൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ ബിപിൻ അലുക്കെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ സ്പോർട്സ് ചെയർമാൻ നമ്മുടെ സിജോയെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാ കണക്കുകളും വളരെ കൃത്യമായി ചെയ്യുന്നതെല്ലാം ഉറപ്പാക്കി തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓഡിറ്റർ ശ്രീ ജോബി ജോസഫിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് നമ്മളുടെ ഒരു വിശിഷ്ട അംഗം ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേരേണ്ടതായിരുന്നു. അദ്ദേഹം ഓൺ ദ വേ ആണ്. അത് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു. സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യട്ടെ യുക്മയുടെ റീജിയണൽ പ്രസിഡന്റ് ശ്രീ ജോർജ് തോമസിനെ നമ്മുടെ ഈ മനോഹരമായ വേദിയിലേക്ക്. നിങ്ങൾക്കൊരു നിറഞ്ഞ കയ്യടിയോടുകൂടി ശ്രീ ജോർജ് തോമസിനെ സ്വാഗതം ചെയ്യാം. നിങ്ങളൊക്കെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, നമുക്കൊരു പ്രിയപ്പെട്ട ലേഡീസ് കോർഡിനേറ്റർ ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ പറയാൻ മറന്നുപോയതാണ് എന്ന് സുബിൻ എന്നെ ഓർമ്മിപ്പിച്ചു. എന്നോടൊപ്പം ഈ വേദിയിൽ ആങ്കർ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുള്ള നമ്മുടെ ഗ്രീഷ്മ ബിജോയിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സോറി ഗ്രീഷ്മ, നേരത്തെ ആ പേര് സൂചിപ്പിക്കാതിരുന്നതിൽ ക്ഷമിക്കണം. ഇനി നമുക്ക് ഈ ഒരു വേദി, ഇന്നിങ്ങനെ ഒരു വേദി ഒരുക്കണമെങ്കിൽ നമുക്ക് അതിനുവേണ്ടി പ്രാപ്തരാക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസേഴ്സ് ഉണ്ട്. നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ഫ്രീഡം മോർഗേജ് ആൻഡ് ഇൻഷുറൻസ്. ഞങ്ങൾക്ക് ആർക്കും തരാത്ത കയ്യടി നിങ്ങൾ കൊടുക്കേണ്ടത് ഇവർക്കാണ്. ഇവരുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പ്രോഗ്രാം നടക്കുന്നത്. ടൈറ്റിൽ സ്പോൺസർ ഫ്രീഡം മോർഗേജ് ആൻഡ് ഇൻഷുറൻസിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈവന്റ് സ്പോൺസർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ടൈറ്റിൽ സ്പോൺസറിനെ പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അഭിലാഷ് ബാബു ആണ് നമുക്ക് നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ, നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഫ്രീഡം മോർഗേജ് ആൻഡ് ഇൻഷുറൻസ് എന്നുള്ളത് ശ്രീ അഭിലാഷ് ബാബുവിനെ സ്വാഗതം ചെയ്യുന്നു. ഈവന്റ് സ്പോൺസർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ശ്രീ ഷിജുവിനെ, അത് അവരുടെ റെപ്രസെന്റേറ്റീവ് ശ്രീ ഷിജുവിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്ലാറ്റിനം സ്പോൺസർ ശ്രീ ആശിഷിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗോൾഡ് സ്പോൺസേഴ്സായ സ്റ്റേസി, റിക്ഷ, ഫസ്കോ, അല്ലി ഭവൻ റീറ്റെയിലർ. സിൽവർ സ്പോൺസേഴ്സ് സ്പൈസസ് കൗണ്ടി, ലെജൻഡ് സോളിസിറ്റേഴ്സ്, വോസ്റ്റെക്, ഫ്ലൈ ഈസി ട്രാവൽസ്. ബ്രോൺസ് സ്പോൺസേഴ്സ് ആയ സിബു ഫിഷ്. റാഫൽ സ്പോൺസേഴ്സ് ആയ സ്റ്റേ ഈസി, ബ്യൂട്ടി ബോക്സ്, ഡഫോഡിൽസ് ആൻഡ് കാവ്യ സിൽക്സ്. ഇത്രയും സ്പോൺസേഴ്സിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നിങ്ങളാണ് ഈ വേദി ഞങ്ങൾക്ക് ഒരുക്കി തരാൻ പ്രാപ്തരാക്കിയത്. DMAയുടെ നട്ടല്ലായി എന്നും ഞങ്ങളോടൊപ്പം, ഈ നേതൃനിരയോടൊപ്പം എന്നും കൂടെയുള്ള നിങ്ങൾക്ക് ഏവർക്കും ഡെർബി മലയാളി അസോസിയേഷന്റെ ഈ മനോഹരമായ ഈസ്റ്റർ വിഷു ഈദ് ആഘോഷവേളയിൽ ഈ 2024ലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇതോടുകൂടി ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇനി ഒരു അത്ഭുതം നിങ്ങൾക്ക് ഇതുവരെ കാണാത്ത ഒരു കാഴ്ച കൊണ്ട് കാണിച്ചു തരാം എന്ന് വിചാരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും, നിങ്ങൾ വന്നപ്പോൾ മുതൽ അത്ഭുതങ്ങളുടെ ദിവസങ്ങളാണ് ഇന്ന്. കാരണം നേരത്തെ പൈസ രജിസ്റ്റർ ചെയ്ത ആളുകൾ പോലും ഇവിടെ വന്നപ്പോൾ അത്ഭുതപ്പെട്ടത് ഒരു ടോക്കൺ കണ്ടാണ്. 2 ടോക്കൺ കിട്ടി, അതും ഒരു അത്ഭുതമായിരുന്നു. അപ്പം പച്ച ടോക്കൺ ഉച്ചക്കലത്തേക്കും, റെഡ് ടോക്കൺ രാത്രിയിലത്തെ ഭക്ഷണത്തിന്. അപ്പോൾ ഇതെല്ലാം അത്ഭുതങ്ങളാണ്. ഇനി മറ്റൊരു അത്ഭുത ലോകം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കുകയാണ്. ഞങ്ങൾ ഇത്രയും കമ്മിറ്റി ആളുകൾ നിങ്ങൾ കണ്ടു. പക്ഷേ ഇതെല്ലാം ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആള്, എല്ലാവർക്കും സംശയമല്ലേ? ഞാൻ തന്നെയാണ്, ധൈര്യമായിട്ട് പറയാം, ഞാൻ തന്നെയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആള്. പക്ഷേ ആ ഒരു തലമുറയ്ക്ക് അപ്പുറത്തേക്ക്
ആ ഒരു തലമുറയ്ക്ക് ഒരുപക്ഷെ അതിന് മുമ്പുള്ള തലമുറയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഒരുപക്ഷെ ജാനറ്റാണോ, ഗ്രീഷ്മയാണോ, സിജോ ആണോ, എനിക്കറിയില്ല, ആരായാലാവില്ല. പലരും മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു തലമുറയുടെ വക്താക്കൾ ഈ കമ്മിറ്റിയുടെ ഭാഗമാകണമെന്ന് ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ആ ഒരു ചിന്തയിലാണ് പുതിയ തലമുറയെ മുമ്പോട്ട് കൊണ്ടുവരാൻ DMAയുടെ സംഘടനാ നേതൃത്വത്തിലേക്ക് യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരണമെന്നുള്ള കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്ത 2 യങ്സ്റ്റേഴ്സിനെ, ഞങ്ങളുടെ ന്യൂജൻ റെപ്രസെന്റേറ്റീവ്സിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ശ്രീ ക്രിസ്റ്റി ജസ്റ്റിൻ ആൻഡ് ജീവ സിബിൻ. നിങ്ങളുടെ ഒരു നല്ല കൈയ്യടിയോടുകൂടി നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഡെർബി മലയാളി അസോസിയേഷന്റെ യങ് ടാലൻസ് ഇത് കമ്മിറ്റി അംഗങ്ങളായിട്ട് കടന്നു വരികയാണ്. കൈയ്യടിയൊന്നും പോരാട്ടോ. ഇനി സംസാരിച്ച് ഞാൻ നിങ്ങളോട് ഒരുപാട് സമയം കളയുന്നില്ല. നമുക്ക് സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കമ്മിറ്റിക്ക് ഇപ്പോഴാണ് ഒരു ഫോട്ടോ എടുക്കാൻ ഒരു അവസരം എന്ന് പറയുന്നപ്പോൾ കൊണ്ട് ഞങ്ങൾ ആദ്യം ഒരു ഫോട്ടോ എടുത്തോട്ടെ. കുശാൽ പ്ലീസ്. നമുക്ക് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യണം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. അതിലേക്കായി നമ്മളുടെ കൂട്ടത്തിൽ ഇന്ന് ഈ ഇരിക്കുന്ന ആളുകളുടെ നിങ്ങൾ കാണാൻ എത്തിച്ചേർന്ന നിങ്ങളുടെ സദസ്സിനിടയിൽ നിന്നും 2 പേരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നമ്മളുടെ മാതാപിതാക്കളുടെ ഓർമ്മകൾക്ക് വേണ്ടി, അവരെ ഒന്ന് ഓർത്തെടുക്കുന്നതിന് വേണ്ടി നമ്മളുടെ മാതാപിതാക്കളായിട്ട് അവർ ഈ വേദിയിൽ എത്തിച്ചേർന്ന് ഈ നിലവിളക്ക് ഞങ്ങളോടൊപ്പം ചേർന്ന് കൊളുത്തുകയാണ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ MT ജോർജിനെ ഈ വേദിയിലേക്ക്. ഒരു സപ്പോർട്ട് ആരെങ്കിലും കൊടുക്കും, അദ്ദേഹത്തിന് ആ സ്റ്റെപ്പ് ഒന്ന് പിടിച്ചു കയറാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീമതി ബീന ജോർജിനെയും വേദിയിലേക്ക്. ഇവരോടൊപ്പം ഈ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാനായി ശ്രീ ജോർജ് തോമസിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ പ്രസിഡന്റ് സുബിനും ചെയ്യുന്നു. നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ ശ്രീ അഭിലാഷ് ബാബുവിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി.
ഞങ്ങളുടെ കൂടെ ഇവിടെ കൂടിയതിന് ഒരുപാട് സന്തോഷം. തിരിച്ച് നമുക്ക് സീറ്റിലേക്ക് പോകാം. താങ്ക് യു. ഉദ്ഘാടന പ്രസംഗത്തിനായി നമ്മുടെ അധ്യക്ഷൻ ശ്രീ സുബിൻ ചെറിയാനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഡെർബി മലയാളി അസോസിയേഷൻ അംഗങ്ങളെ, ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സ്പോൺസേഴ്സ്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന യുക്മ റീജിയണൽ പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഈ കമ്മിറ്റി മെമ്പേഴ്സ്, വളരെ ആകസ്മികമായ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത് എന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ തവണ ഇവിടെ ഉണ്ടായിരുന്ന പലർക്കും അറിയാം. DMAയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ചത് നമുക്ക് എന്ത് ചെയ്യണം DMA മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്ന ഒരു ചോദ്യമാണ് പലരും ചോദിച്ചത്. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്ന ഉത്തരം, നമ്മൾക്ക് കുറച്ച് മിഷൻസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക, നമുക്ക് അതിനുവേണ്ടി വർക്ക് ചെയ്യുക, ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നമുക്ക് എന്തൊക്കെ ചെയ്ത് തീർക്കാൻ സാധിക്കും എന്ന് നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞാണ് നമ്മൾ ആദ്യ കമ്മിറ്റി പിരിഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ മുമ്പോട്ട് വെച്ച കുറച്ച് മിഷൻസ്, അതിൽ ഒരു കാര്യം, ഈ 3 പ്രോഗ്രാം നമുക്കറിയാം, നമുക്ക് യൂഷ്വലി ഇവിടെ 3 പ്രോഗ്രാമാണ്, 3 വലിയ പ്രോഗ്രാമുകളാണുള്ളത്. ഒന്ന് ഈസ്റ്റർ, വിഷു, ഒന്ന് ഓണം, ക്രിസ്മസ്. ഈ 3 പ്രോഗ്രാമിൽ കുറേ അധികം ആളുകൾക്ക് നമുക്കിവിടെ സ്റ്റേജ് കിട്ടാറുണ്ട് പ്രോഗ്രാം പെർഫോം ചെയ്യാനായിട്ട്. പക്ഷേ അത് പാട്ട് പാടുന്നോ ഡാൻസ് ചെയ്യുന്നവരായിട്ടുള്ള കലാകാരന്മാർക്കാണ് കൂടുതൽ ആ സ്റ്റേജ് കിട്ടുന്നത്. അപ്പം ഈ 3 പ്രോഗ്രാമിനേക്ക് വെളിയിലേക്ക് പോയി നമുക്ക് എങ്ങനെ മറ്റുള്ള ആൾക്കാർക്കും, കഴിവുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് കലാപരമായ കഴിവുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ മുമ്പിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ചിന്തയായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ മിഷൻ. അതിനുവേണ്ടിയാണ് നിങ്ങൾക്കറിയാം നമ്മൾ ഈ മാഗസിൻ എന്ന് പറഞ്ഞ ഒരു സംരംഭം തുടങ്ങി. എനിക്കറിയില്ല നിങ്ങളിൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ. ഞാൻ കുറച്ച് പേരോട് സംസാരിച്ച് പറഞ്ഞ് കാണുന്നുണ്ട്, പക്ഷേ തുറന്നു നോക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ട് നിങ്ങളാരും വായിക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ ഇടയിലുള്ള നന്നായി എഴുതാനും വരയ്ക്കാനും ഒക്കെ കഴിവുള്ള കുറേയധികം ആളുകളുണ്ട്. അവർക്കൊരു അവസരം എന്ന രീതിയിലാണ് നമ്മൾ ഈ മാഗസിൻ മുമ്പോട്ട് വെച്ചത്. അതിന് 3 ലക്കങ്ങളായി നമ്മൾ ഇതുവരെ പബ്ലിഷ് ചെയ്തു. അതിന് നമുക്ക് കുറേയധികം എൻട്രീസ് കിട്ടിയിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. നമുക്കറിയാം ഇവിടെ കൊച്ചുകുട്ടികൾ ഒത്തിരി പേരുണ്ട്, വരയ്ക്കാനും മറ്റ് പാട്ട് പാടാനും ഒക്കെ കഴിവുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ ഇനിയും ആ അവസരം കൂടുതൽ ഉപയോഗിക്കണം. എന്നെങ്കിലേ നമുക്ക് ഇതുപോലുള്ള കൂടുതൽ ഐഡിയാസുമായിട്ട് നമുക്ക് മുന്നോട്ട് വരാൻ തോന്നും. അപ്പം നമ്മളൊരു ഐഡിയ വെച്ച് കഴിയുമ്പോൾ അതാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അതായിരുന്നു ഇത് മാഗസിൻ. അതുപോലെ തന്നെ നമ്മൾ ഇനി വരും കാലങ്ങളിൽ അതുപോലെയുള്ള പുതുമയാർന്ന കുറേയധികം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരണമെന്നുണ്ട്. ഈ 3 പ്രോഗ്രാമിന് വെളിയിലേക്ക് പോയി നമുക്ക് ചെയ്യാൻ. രണ്ടാമത്തേതായിരുന്നു, നമുക്കറിയാം ഇവിടെയുള്ള പലർക്കും അറിയാം, ഒരു ഏജ് കഴിഞ്ഞ യങ്സ്റ്റേഴ്സ് ഒരു ഏജ് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കമ്മിറ്റിയിൽ നിന്നും അല്ല കമ്മ്യൂണിറ്റിയിൽ നിന്നും കുറച്ചൊന്ന് വിട്ടു നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. നമ്മൾ കുറച്ച് പേരോട് സംസാരിച്ചവർ പറഞ്ഞു, ഇവിടെ നിങ്ങളുടെ രീതിയിലാണ് പരിപാടി നടത്തുന്നത്. മീൻസ് നമുക്ക് പ്രായമായ നമ്മൾ നാട്ടിൽ നിന്ന് വന്നു, നമുക്കെല്ലാം അറിയാം, നമുക്ക് നാട്ടിൽ നിന്ന് വന്നു ആ നാട്ടിലെ ഓർമ്മകളൊക്കെ വെച്ച് നമ്മളിവിടെ പല പരിപാടികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഇവിടെ ജനിച്ചു വളർന്ന ഒരു തലമുറയ്ക്ക് അതുമായിട്ട് അങ്ങ് കണക്റ്റ് ആകണമെന്നില്ല. അപ്പം ഞങ്ങളപ്പോൾ ആലോചിച്ചു നമുക്ക് എങ്ങനെ ആ യുവാക്കളെ കൂടി നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കൊണ്ടുവരാം. കാരണം ഇനി മുമ്പോട്ട് പോകുമ്പം അവരുടെയും കൂടിയാണ് DMA അല്ലേ. ഇപ്പോൾ വളർന്നു വരുന്ന ഓരോ കുട്ടികളുടെയും കൂടിയാണ് DMA. അവരൊരു ഏജിന് ശേഷം ഇവിടുന്ന് വിട്ടുപോകാൻ പാടില്ല. അങ്ങനെ ആണ് ഞങ്ങൾ തീരുമാനിച്ച് നമുക്ക് 2 യൂത്ത് റെപ്രസെൻറ്റേറ്റീവ്, ജീവയും ക്രിസ്റ്റിയും നമ്മൾ കമ്മിറ്റിയിലേക്ക് എടുക്കാം. അവരുടെ അഭിപ്രായങ്ങൾ, നമുക്ക് അവരുടെ ഒരു പ്രായത്തിലുള്ള ആൾക്കാരുടെ ചിന്താഗതി എന്താണ്, എന്തൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഒരു സംഘടനയിൽ നിന്നും എന്ന് നമുക്ക് നേരിട്ടറിയാം എന്നുള്ള രീതിയിലാണ് നമ്മൾ 2 യൂത്ത് റെപ്രസെൻറ്റേറ്റീവ്സിനെ കമ്മിറ്റിയിലേക്ക് എടുത്തത്. താങ്ക്സ് ജീവ ആൻഡ് ക്രിസ്റ്റി. അവർ മുമ്പിലേക്ക് വന്നു ഈ സ്ഥാനം ഏറ്റെടുക്കാനായിട്ട്. ഒരു മടിയും കൂടാതെ അവർ ഓക്കെ പറഞ്ഞു, ഏറ്റെടുത്തു. അവരുടെ ഐഡിയാസ് എല്ലാം ഇനി വരും കാലങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മൾ വിചാരിച്ചിരുന്ന വേറൊരു കാര്യമാണ്, നിങ്ങൾക്കറിയാം DMA നമ്മൾ ചാരിറ്റി ആയിട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പം ഇതൊരു പ്രോപ്പർ ചാരിറ്റി ഓർഗനൈസേഷനായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്ന നമ്മളൊരു പ്ലാനുണ്ട്. നമ്മളിപ്പോൾ അതിനുള്ള ഡോക്യുമെൻറ്റ്സ് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി അടുത്ത ഇവൻറ്റോടുകൂടി നമുക്ക് ഒരു രജിസ്ട്രേഷൻ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതൊക്കെയാണ് ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പേരിലും ഈ കമ്മിറ്റിയുടെ പേരിലും നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. യുഗ്മ റീജിയണൽ പ്രസിഡന്റ് ശ്രീ ജോർജ് തോമസിനെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട സുബിൻ ചെറിയാൻ സെക്രട്ടറി,
രാജേഷ് നായർ, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുട്ടികളെ, വളരെയേറെ സന്തോഷമുണ്ട് ഇന്നെനിക്കിവിടെ നിൽക്കുമ്പം. കാരണം യുക്മയുടെ ഒരു അങ്ങേ അസോസിയേഷനായിട്ട് ഡെർബി മലയാളി അസോസിയേഷൻ ആദ്യകാലം തന്നെ ഉള്ള ഒരു സംഘടനയായിരുന്നു. നമുക്കറിയാം യുക്മ ഇന്ന് ഏതാണ്ട് 143 അംഗ അസോസിയേഷനുള്ള UK-യിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയാണ്. നമുക്ക് 8 റീജിയണലായി നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ മലയാളി സംസ്കാരത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് യുക്മ എല്ലാ കാര്യങ്ങളിലും മലയാളികളോടൊപ്പമുണ്ട്. നമുക്കറിയാം നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ സാമൂഹിക എല്ലാ ഇഷ്യൂസിലും യുക്മ ഇടപെടാറുമുണ്ട്. നമുക്കറിയാം നമ്മൾ ഈ കഴിഞ്ഞ കാലം ഈ കോവിഡിന് ശേഷം 2.5 കോടി രൂപയാണ് നമ്മൾ UK-യിൽ നിന്ന് നമ്മുടെ മലയാളി സമൂഹം മരിച്ച ഓരോ വ്യക്തികൾ നാട്ടിൽ പോയപ്പോൾ അല്ല അവരുടെ ബോഡി നാട്ടിലെത്തിക്കാനും അല്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ ഒരു താങ്ങായി തണലായി ഈ UK-യിലെ മലയാളികളുടെ സ്നേഹം നമ്മുടെ ചാരിറ്റിയിലൂടെ നമ്മൾ അവരെ എല്ലാം സഹായിച്ചിട്ടുണ്ട്. യുക്മ മുന്നോട്ട് വെക്കുന്നതും ഈ ചാരിറ്റി പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. യുക്മ ചെയ്യുന്ന ചാരിറ്റികൾ ഒരു ആ വ്യക്തിയുടെ ആ ഫാമിലിക്ക് ഡയറക്റ്റാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ നമ്മൾ മലയാളികളായ ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ എത്തിയിരിക്കുന്നത് ശരിക്കും നമ്മൾ നേഴ്സിംഗ് ഫീൽഡിലാണ്. നമുക്കറിയാം യുക്മ ഇന്ന് UNF എന്നുള്ള ഒരു നേഴ്സിംഗ് സംഘടനയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ NMC-യും NHS-ഉം RCN-ഉമായി സഹകരിച്ച് നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്, നമ്മൾ നാട്ടിൽ നിന്നും വന്ന OIT പാസ്സായ ഒരു 82 മലയാളി കുട്ടികളാണ് ഇവിടെ ചതിയിൽ അകപ്പെട്ടു പോയിട്ടിരിക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ OIT ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ യുക്മയുമായി ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. അപ്പം നമ്മൾ അവരോട് പറഞ്ഞിരുന്നത് നമ്മുടെ കുട്ടികൾക്ക് 1 or 2 ചാൻസ് ഒരു പരീക്ഷയും കൂടി എഴുതുവാൻ അവർ മനഃപൂർവ്വം ഒരു പക്ഷേ ഇങ്ങനെയുള്ള കുഴികളിൽ ചെന്ന് വീണതായിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ ആ 180 പേരിൽ ഈ 72 പേർ മലയാളി കുട്ടികളാണ്. അപ്പം നമ്മളിലാകുന്ന രീതിയിൽ അവരെ ഇവിടെ നിർത്തുവാനും അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ, ഇനി ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ കണിശമായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർക്ക് വേണ്ട എല്ലാ നിയമസഹായങ്ങളും ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. അവരെ ഇവിടെ നിലനിർത്തുവാനുള്ള എല്ലാ പ്രവൃത്തികളിലും ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ തയ്യാറാണ്. അങ്ങനെ ആരെങ്കിലും പുറത്ത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇവരുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ യുക്മ നടത്തുന്ന, നിങ്ങൾക്കറിയാം ഈ ഓൾ ഓവർ UK-യിൽ ഇത്രയും വലിയൊരു കായിക മാമാങ്കവും അതോടൊപ്പം കലാമേളയും, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 1200 കുട്ടികളാണ് നമ്മുടെ കലാമേളയിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ മിഡ്ലാൻഡ്സിൽ നടന്ന സ്പോർട്സും കഴിഞ്ഞ 2 വർഷമായിട്ട് റീജിയണൽ സ്പോർട്സിലും കലാമേളയിലും മിഡ്ലാൻഡ്സ് റീജിയനാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത്. ഏതാണ്ട് 25 അംഗ അസോസിയേഷനുണ്ട് എൻ്റെ അണ്ടറിൽ മിഡ്ലാൻഡ്സിൽ. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസരമുള്ളപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള കുട്ടികളെ, എനിക്ക് അതിനകത്ത് വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കലാമേളയുടെ സമയത്ത് ഇവിടുന്ന് ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട്, എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ ജിതു എന്നാണ്, ഒരു പെൺകുട്ടിയാണ്. പുള്ളിക്കാരിത്തി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് അസോസിയേഷനിൽ പങ്കെടുക്കാം, നിങ്ങളുടെ സെക്രട്ടറി എൻ്റെ നമ്പർ കൊടുത്തു. ആ കുട്ടി എനിക്ക് എൻ്റെ കോണ്ടാക്റ്റ് അയച്ചു തന്നപ്പം ഞാൻ ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷനൊക്കെ എന്നോട് പറഞ്ഞു ഇന്നെ എന്ന്. അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഇത്രയും കഴിവുള്ള ഒരു കുട്ടി ഇവിടെ വന്നൊരു മത്സരത്തിൽ പങ്കെടുക്കേണ്ട, നിങ്ങൾക്ക് ഞാനൊരു അവസരം തരാം. ആ കുട്ടിയെ ഞാൻ നേരെ ജഡ്ജായിട്ട് ഞങ്ങളെ പാനലിലേക്ക് ഇടുകയും കഴിഞ്ഞ കലാമേളയിൽ ആ കുട്ടി വന്ന് മിഡ്ലാൻഡ്സിൻ്റെ ഒരു ജഡ്ജാകുകയും വളരെയേറെ കഴിവുള്ള ഒരു കുട്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ഒത്തിരിയും കുട്ടികൾ നിങ്ങളുടെ സമൂഹത്തിലുണ്ട്. നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. യുക്മ നടത്തുന്ന കലാമേളകളിലും കായിക മേളകളിലും അവരെയൊക്കെ പങ്കെടുപ്പിക്കണം. അങ്ങനെ ആ കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ കണിശമായിട്ടും ഉപയോഗിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നമ്മളിങ്ങനെ കാണുന്നത് നമ്മുടെ ഇവിടെ വന്ന ഒരു യങ് ജനറേഷൻ എന്ന് പറയുന്ന കുട്ടികൾ, ആദ്യകാലങ്ങളെ യുക്മ ഇത് 15-ാം വർഷമാണ് കടന്നു പോകുന്നത്.
ആ കാലങ്ങളിൽ അന്ന് കൊച്ചു കുട്ടികളായിരുന്ന ആ പിള്ളേർ വളർന്ന് ഇന്ന് ഈ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും അവർ ജോലി ചെയ്യുന്നുണ്ട്. അവർ വളരെ മിടുക്കരാണ്. അത് ഇങ്ങനെയുള്ള ഈ സാംസ്കാരിക കലാ സംഘടനകളുടെ പ്രവർത്തനവുമായിട്ട് അവർ സ്റ്റേജുകളിലൊക്കെ കയറി അവർക്ക് മറ്റുള്ളവരുടെ മുഖം ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള സംഘടനകൾ ഇവിടെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പം അതിലേക്ക് ഞാൻ നിങ്ങളെ ഈ സമൂഹത്തിനെ ഒന്നടങ്കം സ്വാഗതം ചെയ്യുകയാണ്. യുക്മയുടെ ഈ വർഷം വരാൻ പോകുന്ന എല്ലാ കലാപരിപാടികൾക്കും കായികമേളകൾക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകുന്നു പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം UK ഏറ്റവും കൂടുതൽ ഒരു ജനങ്ങൾ പങ്കെടുക്കുന്ന ഏതാണ്ട് കഴിഞ്ഞ കൊല്ലം 11,000 പേരാണ് ഞങ്ങളുടെ വള്ളംകളിക്ക് വന്നത്. അപ്പം അതൊക്കെ വന്ന് എൻജോയ് ചെയ്യുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. കഴിഞ്ഞ കൊല്ലം ഇവിടുന്ന് ഒരു ടീം ഉണ്ടായിരുന്നു, പേരൊക്കെ തന്നതാണ്, പക്ഷേ അവസാന നിമിഷം അവർ മാറിപ്പോയി. എനിവേ എല്ലാവിധ ആശംസകൾ നിങ്ങൾക്ക് ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും ഈദിൻ്റെയും എല്ലാവിധ ആശംസകൾ ഞാൻ നേരുകയാണ്. ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം സന്തോഷമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു വെരി മച്ച് ശ്രീ ജോർജ് തോമസ്. നമ്മുടെ യുവ പ്രതിനിധികളെ സ്വാഗതം ചെയ്യാണ്. 2 വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിന് ജിവയെ സ്വാഗതം ചെയ്യുന്നു. So my name is Christy Justin, and right now I'm studying at John Paul, doing my A-levels. Hi, my name is Jiva. I'm a final year uni student, and we're very glad to be the 2024 committee youth rep. So Benjata Paranju, basically the youth is what brings, the generation forward. Mumbotu kondonu nyangala. So I think your ideas and opinions are very important. So that's why we're here, to bring that into reality. That's all. താങ്ക് യു വെരി മച്ച് ജീവ ആൻഡ് ക്രിസ്റ്റി. ഞങ്ങളുടെ അറുപഴഞ്ചൻ മലയാളമൊക്കെ ബോറടിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഇതുപോലെയുള്ള മനോഹരമായ ശബ്ദങ്ങളുമായി അവർ വീണ്ടും കടന്നു വരുന്നുണ്ടാവും നിങ്ങളുടെ മുമ്പിലേക്ക്. ഇനി ഒരു ചടങ്ങ് കൂടി നമുക്കിവിടെ ബാക്കിയുണ്ട്. ആയിരനെ സ്വാഗതം ചെയ്യും. താങ്ക് യു രാജേഷ് ചേട്ടാ. ഇനിയും നമ്മളുടെ സ്പോൺസേഴ്സിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ചടങ്ങാണ്. സോ ദയവായി നിങ്ങളെല്ലാവരും കൈയടിച്ച് നമ്മുടെ സ്പോൺസേഴ്സിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടതാണ്. So the title sponsor for DMA 2024 is Freedom Circle Mortgage and Insurance. നമ്മുടെ കൂടെ ഇന്നിവിടെ അഭിലാഷ് ബാബു ഉണ്ട്. So Freedom Mortgage and Insurance are established mortgage advisory firm working with all major banks and building societies. So Abhilash Shetan Devai stage-like varandadana. Please put your hands together and welcome Abhilash Babu onto the stage. Thank you. അടുത്തതായി നമ്മുടെ ഈവന്റ് സ്പോൺസർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ റെപ്രസെന്റേറ്റീവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. Malabar Golden Diamonds, it's time to add a touch of elegance and style with the 6th largest jewelry retailer in the world. We are thrilled to bring our legacy to the 13th country and give you a jewelry shopping experience like never before. Malabar Golden Diamonds, with 346 more than showrooms across the world, have their showrooms in London and will be opening a new showroom in Leicester. Please put your hands together for the representative from Malabar Gold and Diamonds, Mr. Shaiju. Next, I would like to invite Ashish from Roastacare. They are our platinum sponsors. Ashish from Roastacare. Roastacare, it's professional, caring and independent healthcare staffing agency. They're catering towards the staffing requirements of healthcare clients nationwide. So here we have Ashish from Roastacare. Relationships with both our clients and candidates. We've got our finger on the pulse of the healthcare staffing. Our healthcare recruitment teams are based in Norwich, Derby, and Manchester. Get in touch today.
Rastacare Gold sponsor, caters quality Rickshaw care. Indian Restaurant bring you an extravagant multi-award winning Indian inspired street food to Derby and Nottingham. Rickshaw is rated one of the best Indian restaurants in the Derby. So please may I invite the representative Mr. Ashraf and Shaiju onto the stage. റിക്ഷ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ദ നെക്സ്റ്റ് ഗോൾഡ് സ്പോൺസർ ലോഗ് ഈസി സെബി ഓൺ ടു ദ സ്റ്റേജ്. സെബി ഈസ് ദ ഓണർ ഓഫ് ലോഗ് ഈസി ആൻഡ് അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭമാണ് സ്റ്റേ ഈസി. സോ ദേ ആർ ആർ ഗോൾഡ് സ്പോൺസേഴ്സ്. So Sebiയുടെ വൈഫ് അനില നമ്മളോടുകൂടി ഇവിടെ ഉണ്ട്. Please put your hands together and welcome Anila onto the stage. അടുത്ത ഗോൾഡ് സ്പോൺസറാണ് നമ്മുടെ LSI റീറ്റെയിലേഴ്സ്. സോ LSI റീറ്റെയിൽസിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. Ali Bhavan is the trading name of LSI Group of companies for a specialized business of selling vegetables, fruits, groceries, meats, fish, and food products from the world, in the particularly Asia, Africa, and Eastern Europe. So please put your hands together for the representatives of LSI Retail. Next, I would like to invite the silver sponsor, Spices County. Spices County is an Indian and South Indian Kerala restaurant based in Derby. So please put your hands together and welcome നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ അഭിലാഷ് ചാക്കോച്ചൻ and Rajesh onto the stage, representing Spices County. Our silver sponsors, Spices County, onto the stage. നമ്മുടെ അടുത്ത സിൽവർ സ്പോൺസറാണ് ഫ്ലൈ ഈസി. ഫ്ലൈ ഈസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Based in London, we are pride in bringing you the expertise and knowledge acquired from over 40 years of experience in travel and tourism industry. So may I invite the representative of Fly Easy onto the stage. Please put your hands together for the representative. നമ്മുടെ മറ്റൊരു സിൽവർ സ്പോൺസറാണ് ലെജൻഡ് സോളിസിറ്റേഴ്സ്. ദർ നോട്ട് ഹിയർ വിത്ത് us today, but thank you so much ലെജൻഡ് സോളിസിറ്റേഴ്സ്. സ്പോൺസേഴ്സിൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ നമുക്കിപ്പോൾ എടുക്കാം. നമ്മുടെ മറ്റ് സ്പോൺസേഴ്സിൽ ആരെങ്കിലും ഇന്നിവിടെ വന്നു ചേർന്നിട്ടുണ്ടോ? ബോസ്റ്റെക്, ഷിബു ഫിഷ്, ഫസ്റ്റ് കോൾ 24/7. നമ്മുടെ മറ്റ് സ്പോൺസേഴ്സ് ആരെങ്കിലും ഇന്നിവിടെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ദയവായി സ്റ്റേജിലേക്ക് വരിക. Thank you so much, committee and sponsors. All the sponsors, please take your seat on the reserved chairs in the front. Thank you. Thank you so much, committee and the sponsors. നമ്മുടെ ഒഫീഷ്യൽ തിരികൊളുത്തൽ ആൻഡ് ഇനോഗ്രേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി ഒരു ആദരിക്കൽ ചടങ്ങാണ്. നമ്മുടെ ഡർബി മലയാളി അസോസിയേഷൻ അംഗമായ സാം തിരുവാതിലിൻ്റെ മകൻ Sam John Tiruvadil has got the Derby Youth Mayor position.
ഡർബി അസോസിയേഷന് വളരെ അഭിമാനകരമായ ഒരു സമയമാണിത്. ഡർബി യൂത്ത് മേയറായി നമ്മുടെ അംഗം സാം ജോൺ തിരുവാതിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. So please put your hands together and welcome Sam John Tiruvadil onto the stage. May I also request the President and Secretary to welcome Sam John Tiruvadil onto the stage. Please put your hands together. ഒരു പ്രത്യേക സമയമാണ്. അതായത് സാം ജോൺ തിരുവാതിൽ ഡെർബിയുടെ യൂത്ത് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ നേരത്തെ വായിച്ചൊരു വാർത്തയാണ്, നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളൊക്കെ കണ്ട വാർത്തയാണ്. പക്ഷെ ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പോയ ചില സംശയങ്ങൾ ഞാനിപ്പോൾ സാമിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് യൂത്ത് മേയർ? എനിക്കറിയില്ല ബേസിക്കലി. അപ്പോൾ എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ? നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഈ സാമിൻ്റെ അതേയൊക്കെ പ്രായത്തിൽ തന്നെയുള്ള കുഞ്ഞുങ്ങളൊക്കെയുള്ള പാരൻസ് ഉണ്ട്, ആ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ പലരും ഉണ്ട്. അവർക്കൊക്കെ ഒരു എൻകറേജിങ് ആയിരിക്കും സാം എങ്ങനെയാണ് ഈ ഒരു പൊസിഷൻ അച്ചീവ് ചെയ്യുന്നത്, എങ്ങനെയാണ് സാം ഈ വാട്ട് ഇസ് ദ ക്രൈറ്റീരിയ ആൻഡ് വാട്ട് ആർ യുവർ റെസ്പോൺസിബിലിറ്റീസ്, വാട്ട് ദേ ആർ എക്സ്പെക്ടിങ് ഫ്രം യു ആസ് എ യൂത്ത് മേയർ? എല്ലാവർക്കും ഞാൻ ആദ്യം നന്ദി പറയുന്നു. യൂത്ത് മേയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരിൻ്റെ വോയിസസ് കൗൺസിലിനെ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അവർ ഡിസിഷൻസ് ഉണ്ടാക്കുമ്പം ഞങ്ങളുടെ വോയിസ് കേൾക്കുന്നു, ഞങ്ങളുടെ പിള്ളേരുടെ ഡിസിഷൻസോട് ഓൾസോ അതിനകത്ത് ഇൻറ്റൻറ്റ് വരുന്നു. ഞാൻ ജയിച്ചെന്ന് പറഞ്ഞാൽ every school in Derby votes from Derbyshire, and between the final 4 contendants, I was the winner of the final 4. Yeah, that's great. താങ്ക് യു വെരി മച്ച് സാം ജോൺ. ഒരു നല്ല കൈയിലൂടെ നമുക്ക് സാമിനെ തിരിച്ച് സീറ്റിലേക്ക് അയക്കാം. താങ്ക് യു വെരി മച്ച് സാം ഫോർ ജോയിനിങ് us. Thank you Sam, thank you President and thank you Secretary. ഡർബിയിൽ നിന്ന് ഒരുപാട് നമ്മുടെ യൂത്ത് ആൾക്കാർ ഇങ്ങനത്തെ പൊസിഷൻസിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾസോ മൂവിങ് ഓൺ ടു ദി ക്ലോസിംഗ് സെറിമണി ഓഫ് ദി ഇനോഗ്രൽ ഫംഗ്ഷൻ. അടുത്തതായി ജാനറ്റ് നിർമ്മലിനെ നമുക്ക് ക്ലോസിംഗ് ഇനോഗ്രൽ സെറിമണിക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ജാനറ്റ് നിർമ്മൽ is the joint secretary. എല്ലാവർക്കും നമസ്കാരം. ഈ ഉദ്ഘാടന ചടങ്ങിന് ആശംസ പറയുകയാണ് എൻ്റെ ദൗത്യം. ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസ അറിയിക്കുന്നു. ഈസ്റ്റർ, വിഷു, ഈദ് ആഘോഷിക്കുവാനാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഔദ്യോഗിക ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സ്പോൺസേഴ്സായ ടൈറ്റിൽ സ്പോൺസർ ഫ്രീഡം മോർഗേജ് ആൻഡ് ഇൻഷുറൻസ്, ആൻഡ് ഈവൻറ്റ് സ്പോൺസേഴ്സ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, platinum sponsors Rostercare, golden sponsors Stay Easy, Rickshaw, First Call, Alibaba Retailers, silver sponsor Spicy County, Legend Solicitor, Vostek, Fly Easy Travel, bronze sponsor Shibu Fish, raffle sponsors Stay Easy, Beauty Box, Daffodils and Kavya Silks. ഔദ്യോഗിക ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സ്പോൺസേഴ്സിനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു DMAയുടെ പേരിൽ. ഇന്ന് ഈ വേദിയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് പരിശീലനം നൽകിയ എല്ലാ ഗുരുക്കന്മാർക്കും ആശംസകൾ അറിയിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇതോടുകൂടി ഈ ചടങ്ങ് ഔദ്യോഗികമായി പൂർത്തിയാക്കിയിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ഇവിടെ സമാപിച്ചിരിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. പിന്നെ നമ്മുടെ ഒഫീഷ്യൽ പരിപാടിയെല്ലാം കഴിഞ്ഞു. എല്ലാവരും റിലാക്സ്ഡ് ആണോ? ഒരു ശബ്ദം ഇല്ലല്ലോ. പോരട്ടെ, ശബ്ദം ഒന്ന് പോരട്ടെ. എല്ലാവരും ഒന്ന് കൈയടിച്ച് ഒച്ചെടുത്തല്ലോ എന്ന് പറഞ്ഞു നോക്കേ. Are you all excited? That's it. I love the crowd today. So നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഒരുപാട് സമ്മാനങ്ങൾ നേടാനുള്ള അവസരമുണ്ട്. So we have amazing raffle ticket and raffle draws happening today. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലെ സൂപ്പർ പ്രൈസസ് ആണ് ഇത്തവണ DMA നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. The first prize എന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ?
First prize raffle draw. Anyone? മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ഡയമണ്ട് അല്ല, ബട്ട് സംതിങ് മോർ സ്പെഷ്യൽ. നമുക്ക് ഈ സ്വർണ്ണമൊന്നും അല്ലല്ലോ വേണ്ട. വി വാണ്ട് എക്സ്പീരിയൻസ്, ഡോണ്ട് വി? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൈസ് ആണ്. So the first prize is 2-night stay at Misty Wonder Resort, Munnar. എല്ലാവർക്കും മൂന്നാറിലെ അടിപൊളി ഹോട്ടലിൽ 2-night stay worth 200 pounds. 2 രൂപയുടെ റാഫിളിന് നിങ്ങൾക്ക് കിട്ടുന്നത് 200 പൗണ്ടിന്റെ സ്റ്റേ ആണ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. ഹൗ അമേസിംഗ് ഇസ് ദാറ്റ്? അടിപൊളി. ഓക്കെ, സോ ദ സെക്കൻഡ് പ്രൈസ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ബ്യൂട്ടി ബോക്സിന്റെ ഒരു ബ്യൂട്ടി ട്രീറ്റ്മെന്റ് പാക്കേജ് വർത്ത് 100 pounds ആണ്. സോ അതിലൊരു ഫുൾ ബോഡി മസാജ്, ഹെഡ് മസാജ് ഉള്ള ഒരു ഫുൾ പാക്കേജ് ആണ് നമ്മുടെ ബ്യൂട്ടി ബോക്സ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ DMAയിലെ എല്ലാ സുന്ദരികൾക്കും ഉള്ള ഒരു സുവർണ ഓപ്പർച്യൂണിറ്റിയാണ്. വെൽ, നിങ്ങൾക്ക് പുരുഷന്മാർക്കും എടുക്കാം, പക്ഷേ ഐ തിങ്ക് നമ്മുടെ ചേച്ചിമാർക്കൊക്കെ ആയിരിക്കും ഇത് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ്. ഫേഷ്യൽ, ഫുൾ ബോഡി മസാജ് ആൻഡ് ഹെഡ് മസാജ്, £100 worth ബ്യൂട്ടി ട്രീറ്റ്മെന്റ്. പിന്നെ ദ തേർഡ് raffle prize is a gift coupon from Kavya Silks, Leicester, worth £50. പിന്നെ നമ്മുടെ ഫോർത്ത് പ്രൈസ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു ഓൺലൈൻ ക്ലോത്തിങ് കമ്പനിയാണ്, ഡാഫഡിൽസ് UK. അവർ ഒരു ഗിഫ്റ്റ് കൂപ്പൺ വർത്ത് 30 pounds ആണ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. ഡാഫഡിൽസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം ദീപ അനിൽ, ദീപ ചേച്ചി ആൻഡ് ദീപ്തി സിജോ, നമ്മുടെ സ്വന്തം ഡാബിയുടെ സ്വന്തം കമ്പനിയാണ്. സോ ദേ ആർ ഗിവിംഗ് യു £30 worth ഗിഫ്റ്റ് വൗച്ചർ. സോ എല്ലാവർക്കും നല്ല സമ്മാനങ്ങൾ നേടാനുള്ള സുവർണാവസരം. സോ ദയവ് ചെയ്ത് എല്ലാവരും ഇഷ്ടം പോലെ റാഫിൾ ടിക്കറ്റ്സ് എടുക്കുക ആൻഡ് ഡു വിൻ അമേസിംഗ് പ്രൈസസ്. ഈ റാഫിൾ ടിക്കറ്റ് വെറും 2 pounds ഉള്ളൂ. അപ്പൊ ആരും അടിച്ചു നിൽക്കണ്ട. ഇപ്പൊ തന്നെ യു ക്യാൻ ഗോ ടു ദ റെപ്രസെന്റേറ്റീവ്സ് ആൻഡ് ആസ്ക് ഫോർ ദ റാഫിൾ ഡ്രോസ്. നമ്മൾ ഈ ഒരു ഷോന്റെ അവസാനം അതിന്റെ ടിക്കറ്റ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. സോ യു ക്യാൻ കോൺടാക്ട് ദ മെമ്പേഴ്സ് ഫോർ ദ ടിക്കറ്റ്സ്. ഓൾസോ ഒരു ക്വിക്ക് മെൻഷൻ ആൻഡ് താങ്ക്സ് ടു ഡിലീഷ്യസ് കിച്ചൺ. നമ്മൾ ഇന്ന് കഴിച്ച ഭക്ഷണം, ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ച ഡിലീഷ്യസ് ഭക്ഷണം ഒരുക്കിയത് നമ്മുടെ അഗൈൻ സ്വന്തം അനിൽ, ജിനിൽ ആൻഡ് ബിനോ ചേട്ടനാണ്. സോ എല്ലാവർക്കും നല്ല സൂപ്പർ ഭക്ഷണം. ഇനിയും ഡിന്നറുണ്ട്, ടീ ബ്രേക്ക് ഉണ്ട്. സോ സ്പെഷ്യൽ മെൻഷൻ ആൻഡ് താങ്ക്സ് ടു ഡിലീഷ്യസ് കിച്ചൺ, ഡാബി. താങ്ക് യു. സോ നമ്മുടെ അഗൈൻ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ കഴിഞ്ഞു. വി ആർ മൂവിങ് ഓൺ ടു ദി cultural programs. First will be a welcome dance, and the welcome dance is choreographed by Reshma R. Kumar, Anju Vivek and Jiva Sibi. Again നമ്മുടെ സ്വന്തം ഡാൻസർ രേഷ്മ, അഞ്ജു ആൻഡ് നമ്മുടെ യൂത്ത് കോർഡിനേറ്റർ എല്ലാം ഡാബി നമ്മുടെ അസോസിയേഷൻ്റെ സ്വന്തം ആൾക്കാർ തന്നെയാണ്. So please put your hands together and welcome the participants for welcome dance onto the stage.